ശൈത്യയുടെ ഗെയിം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു സേഫ് ഗെയിമിംഗ് തന്നെയാണ്. അതായത് അനുമോളുടെ കൂടെ നിന്നുകൊണ്ട് അനുമോളുടെ ബാക്കിൽ നിന്നുകൊണ്ട് ജിസേലിനെതിരെ ഗെയിം കളിക്കുക. ആ ഒരു കാര്യം മാത്രമാണ് ശൈത്യ അവിടെ ചെയ്യുന്നത്. അതല്ലാതെ പ്രത്യേകിച്ച് അവിടെ ഒരു ഗെയിം പ്ലാൻ ശൈത്യക്കില്ല. ശൈത്യക്ക് ജിസേലിനോടുള്ള ഒരു ദേഷ്യം എന്ന് പറയുന്നത് ഷാനവാസും ജിസേലും ശൈത്യയും ബിൻസിയും കൂടെ ആ ഒരു ടാസ്കിൽ പുറത്ത് കിടന്നപ്പോൾ ഷാനവാസിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അപ്പാനെയും അക്ബറും ശൈത്യയും ബിന്നിയും ബിൻസിയും ഒക്കെ പ്ലാൻ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ഇതായിട്ട് നമ്മുടെ ജിസേലിൻ്റെ പുറകെ ശൈത്യം നടന്നിരുന്നു. പക്ഷെ അന്ന് ജിസേൽ ആ ഒരു ഗെയിം അങ്ങനെ വേണ്ട, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സേഫായിട്ട് നിന്ന് കളിക്കാം, നമ്മൾ 4 പേര് സേഫായിട്ട് നിൽക്കണം, ഞാൻ ഉറങ്ങാതെ നോക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. ആദ്യത്തെ ദിവസം ഇതേപോലെ ഷാനവാസ് ഉറങ്ങി അന്ന് പറയുന്ന ഉറങ്ങിയെന്നായിരുന്നു. പിന്നീടാണ് പറഞ്ഞത് ഉറങ്ങിയില്ലെന്ന്. പിന്നീട് ഇതേപോലെ പറയുന്നു, നമുക്ക് ഷാനവാസ് കിടന്നുറങ്ങുന്നു, നമ്മൾ ഉറങ്ങാതിരുന്ന് നമ്മുടെ ഉറക്കമാണ് പോകുന്നത്, അതുകൊണ്ട് നമുക്ക് ഉറങ്ങാം, ഷാനവാസിനെ ഇന്ന് കട്ടിലേക്ക് കിടത്തണം എന്ന് പറയുന്നു. പക്ഷെ ആ ഒരു പ്ലാനിലും ജിസേൽ സമ്മതിച്ചില്ല. പിന്നീട് 3-ാമത്തെ ദിവസം ഷാനവാസ് അകത്തേക്ക് വരികയും നമ്മുടെ മുൻഷി പുറത്തേക്ക് പോവുകയും ചെയ്തു. ആ ഒരു സമയത്താണ് ഷാനവാസ് പറയുന്നത്, ഞാൻ ഉറങ്ങാതെ ഇരുന്നിരുന്നു, ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല എന്ന് പറയുന്നത്. അതിന് നമ്മുടെ ഈ ശൈത്യ ജിസേലോട് പറയുന്നുണ്ട്, കണ്ടില്ലേ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ജിസേൽ കേട്ടു. അപ്പം വീണ്ടും പുറകെ നടന്നിട്ട് പറഞ്ഞപ്പോൾ എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നത്, എനിക്ക് തലവേദന ഇങ്ങനെ മതി എന്ന് പറഞ്ഞു. അതായത് ജിസേലിൻ്റെ ഗെയിം എന്ന് പറയുന്നത് പറയാനുള്ളത് ആ സ്പോട്ടിൽ പറയും, അത് അവിടെ കളയും. പിന്നീട് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു വിഷം കുത്തിവെക്കുന്ന രീതിയിലത്തെ പരിദൂഷണമൊന്നും ജിസേൽ ഇതുവരെയും എവിടെ ചെയ്ത് കണ്ടിട്ടില്ല. ആ ഒരു പരിപാടിയാണ് നമ്മുടെ ശൈത്യ ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ സീസണിലും ഇതുപോലൊരു വ്യക്തി ഉണ്ടായിരുന്നു. മാറിയിരുന്ന് കട്ടിലിരുന്ന് മൂലയിരുന്ന് ഇതേപോലെ ഒരു പ്രദൂഷണങ്ങളും കുത്തിത്തിരിപ്പും ഞൊണയും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തി. സേഫ് ഗെയിം കളിച്ചു, എനിക്ക് തോന്നുന്നു നല്ലൊരു ഭാഗം വരെയും ആൾ പോയി. അതുപോലെ ശൈത്യ പോകാനും ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു സീസൺ എല്ലാവർക്കും പണി കൊടുക്കുന്ന സീസൺ ആയതുകൊണ്ട് എനിക്കറിയില്ല. ഈ വീക്ക് ഒരു പക്ഷേ ശൈത്യയോ ബിൻസിയോ ഇവർ രണ്ടിൽ ആരെങ്കിലും പോകാനാണ് ചാൻസ്. ബഹുഭൂരിഭാഗം ചാൻസ് ഉള്ളത് ശൈത്യക്ക് തന്നെയാണ്.